ശ്രീജിത്തുണ്ട് കോട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, കേരള കോൺഗ്രസ് എം മുന്നണിയിലെത്തിയപ്പോൾ അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി CPM അല്ലെങ്കിൽ ഇടതുമുന്നണി നേതൃത്വം മുന്നോട്ട് വെച്ച ഒരു സാധ്യതയായിരുന്നു രാജ്യസഭാ സീറ്റ് അത് തുടരാമെന്നത്. അതിനപ്പുറത്തേക്ക് ആ സീറ്റ് നൽകാനുള്ള ഒരു സാധ്യത ഇടതുമുന്നണിയിൽ തൽക്കാലം ഉരുത്തിരിഞ്ഞിട്ടില്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം കേരള കോൺഗ്രസ് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. എന്താണ് കേരള കോൺഗ്രസിൽ നടക്കുന്ന ആലോചനകൾ? ഇതിൽ ഇടതുമുന്നണിയിൽ സീറ്റ് ആവശ്യം അതിശക്തമായി ഉന്നയിക്കുക, പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം, അത്ര ആലോചനകൾ കേരള കോൺഗ്രസിൽ നടക്കുന്നുണ്ടോ ശ്രീജിത്ത്? തീർച്ചയായും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ കുറെ കാലമായിട്ടുള്ള ആലോചനകൾ ഉണ്ട് സജിത്ത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് എന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചത്. അതായത് അവർ ഇടുക്കി, പത്തനംതിട്ട പോലുള്ള സീറ്റുകളുടെ പേര് പോലും പറഞ്ഞാണ്, അല്ലെങ്കിൽ ചാലക്കുടി പോലുള്ള സീറ്റുകളുടെ പേര് പോലും പറഞ്ഞാണ് അവരൊന്ന് അഡ്വാൻസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ സാഹചര്യത്തിൽ അത് ഈ രാജ്യസഭാ സീറ്റ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു. പക്ഷെ അതവർ അവിടെ നിരസിക്കപ്പെട്ടു. വീണ്ടും ഒരു ക്ലെയിം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന് CPM-ന് വഴങ്ങേണ്ടി വരും എന്നാണ് അവരുടെ ഒരു വിലയിരുത്തലുള്ളത്. പ്രത്യേകിച്ച് ആ പാർട്ടിയെ ഇടതുമുന്നണി എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് നമുക്കറിയാം. ജോസഫ് ഗ്രൂപ്പും ഒപ്പം തന്നെ KM മാണി ഒരുമിച്ചപ്പോൾ പോലും 15 സീറ്റാണ് UDF-ൽ നിന്ന് കിട്ടിയത്. ഇവർ സ്പ്ലിറ്റായി KM മാണി ഇല്ലാത്ത ജോസ് കെ മാണി മാത്രമുള്ള ഒരു പാർട്ടിക്ക് 12 സീറ്റ് 13 സീറ്റ് കൊടുത്ത് പിന്നീട് 12ലേക്ക് അത് മാറുന്ന സാഹചര്യം പോലും നമ്മൾ കണ്ടതാണ്. വലിയ സ്വീകാര്യത നൽകിക്കൊണ്ടാണ് അവർ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ CPM നിലനിർത്തിയത്. അതേപോലെ ഒരു സ്വീകാര്യത ഉണ്ടാകുമെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് കൂടിയെങ്കിലും കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷെ അത് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടാണ് ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ചുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് അവർ ഔദ്യോഗികമായി അങ്ങനെ ഒരു നിലപാടെടുക്കും. തുടർന്ന് LDF-ൽ ഇത് പ്രഖ്യാപിക്കുകയും ചെയ്യും, ആവശ്യപ്പെടുകയും ചെയ്യും. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ കോട്ടയത്ത് തോൽക്കുകയാണെങ്കിൽ, ഇപ്പൊ CPM-ന്റെ ഒന്നും കണക്കിൽ കോട്ടയം ജയിക്കുന്ന പട്ടികയിലല്ല ഉള്ളത്. അങ്ങനെ കോട്ടയത്ത് തോറ്റു കഴിഞ്ഞാൽ പിന്നീട് ഒരു MP പോലും ഇല്ലാത്ത പാർട്ടിയായി കേരള കോൺഗ്രസ് മാറും. അത് അപ്പോൾ രാജ്യസഭാ MP സ്ഥാനമെങ്കിലും വേണ്ടത് അവരെ സംബന്ധിച്ച് അനിവാര്യതയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഈ പാർട്ടിയുടെ ചിഹ്നത്തെക്കുറിച്ചും പാർട്ടിയുടെ അംഗീകാരത്തെക്കുറിച്ചും ഒക്കെ വാചാലരായി ഇപ്പുറത്ത് ജോസഫ് ഗ്രൂപ്പിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക കൂടി ചെയ്തിരുന്നവരാണ് അവർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു MP-മാരൊന്നുമില്ലാത്തൊരു പാർട്ടിയായി മാറാൻ എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് കഴിയില്ല. ഈ ചിഹ്നമൊക്കെ കിട്ടാനും അത്തരം പാർട്ടിയുടെ പേരൊക്കെ നിലനിർത്താനും ഒക്കെ നിയമ പോരാട്ടങ്ങളിൽ വിജയം കണ്ടതും ഈ MP-മാരുടെ അടക്കമുള്ള 2 MP-മാരുണ്ട് എന്ന ക്ലെയിമൊക്കെ വെച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇല്ലാതിരുന്ന് LDF-ൽ നിൽക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതുവരെ LDF-ൽ ഒരു അച്ചടക്കമുള്ള പാർട്ടിയായി അവർ നിൽക്കുന്നു. മലയോര മേഖലയിലെ പ്രശ്നങ്ങളടക്കം അവർക്ക് പലപ്പോഴും ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ ലോക്സഭാ സീറ്റ് ചോദിക്കുന്നതും ഇപ്പോൾ രാജ്യസഭാ സീറ്റിൽ ഒരു ശക്തമായ നിലപാടിലേക്ക് പോകാനും അവരെ പ്രേരിപ്പിക്കുന്നത്. സജിത്ത്.